ഇന്നത്തെ നമ്മുടെ നോമ്പ് തുറ ഇക്കാക്കാന്റെ ബ്രദറിന്റെ വീട്ടിലാണ് കേട്ടോ. അവരുടെ വീട് താമസം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ റമളാനാണല്ലോ. കുട്ടീസ് എല്ലാം നിരന്നിരിപ്പുണ്ട് നോമ്പ് തുറക്കാനായിട്ട്. ഇക്കാക്കത ഇവിടെ വെല്ലുമ്മയായിട്ടിരുന്ന് വർത്താനം പറയുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ എന്റെ ഉമ്മച്ചിയുടെ കൂടെ ആയിരുന്നല്ലോ. അപ്പൊ ഞാൻ ജസ്റ്റ് വീട്ടിലേക്ക് വന്നതേ ഉള്ളൂ കേട്ടോ. നോമ്പ് തുറക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നെയാണ് എനിക്ക് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഞാൻ എത്തിയപ്പോഴേക്കും ഇത്താത്ത ഇവിടെ വിഭവങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു. അൽഹംദുലില്ലാ ബാങ്ക് കൊടുത്തപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് നോമ്പൊക്കെ തുറന്നു. സൺഡേ ആയിരുന്നതുകൊണ്ട് തന്നെ മെജോറിറ്റി കുട്ടീസിനെല്ലാം നോമ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒരു ഓളം തന്നെയായിരുന്നു നോമ്പ് തുറക്കാനായിട്ട്. നോമ്പ് തുറന്നപാടെ വാപ്പിച്ചി മിക്കാകുമാര് ഹയാസൊക്കെ കൂടി പള്ളിയിലേക്ക് പോയിട്ടു. പിള്ളേരൊക്കെ ഇതേ നിസ്കരിക്കാനായിട്ട് കുപ്പായൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ കോഴ്സ് ആയിട്ട് ഇന്നുണ്ടായിരുന്നത് പത്തിരിയും തേങ്ങാപ്പാലും ചിക്കൻ കറിയും ബീഫ് കറിയും തരിക്കനിയും ജീരക്കനിയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് എല്ലാവരും കൂടി പള്ളിയിൽ നിന്നൊക്കെ വന്നിരുന്ന് ഇതേ ഫുഡൊക്കെ കഴിക്കാണ്. വെല്ലുമ്മ കാര്യമായിട്ട് എന്നെ നിരീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എന്താണ് ഈ ഫോണിൽ കാണിച്ചു കൂട്ടുന്നതെന്നായിരിക്കും. എന്തായാലും എന്തേ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് അവരുടെ കൂടെ തന്നെ ഇരുന്ന്. ഒരു ദിവസം നമ്മളെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസം നമ്മളെ കണ്ടില്ല എന്നുള്ള പരാതി പറയുന്ന ഏക ഒരാളാണ് കേട്ടോ നമ്മുടെ വെല്ലുമ്മ. മാഷാ അല്ലാഹ് നമ്മുടെ കുട്ടീസൊക്കെ ഇവിടെ തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാവേ.